വിധി എഴുതേണ്ടത് സമൂഹത്തിന് വേണ്ടിയല്ല എന്ന്. ഗൈസ്, ഓരോ വിധിയും സമൂഹത്തിന് വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയുമാണ്. ഓരോ ജഡ്ജ്മെന്റും സമൂഹത്തിന് കൊടുക്കുന്ന താക്കീതും മുന്നറിയിപ്പുമാവണം. ഭാവിയിൽ തെറ്റ് ചെയ്യുന്നവർക്കും അതിന് പദ്ധതി ഇടുന്നവർക്കും ഭയവും വിവേകവും ഉണ്ടാക്കാൻ ഓരോ വിധിയും കാരണമാവണം. അതിന് ഓരോ വിധിക്കും കഴിയണം. ഈ വിധി സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ നാട്ടിൽ ഇനി എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഭയപ്പെടുകയാണ്. സമൂഹത്തിലും രാജ്യത്തിലും ഓരോ പൗരനും ധൈര്യസമേതം സുരക്ഷിതരായി ജീവിക്കാൻ അവകാശമുണ്ടെന്നിരിക്കെ സമൂഹത്തിന് അതിലെ ഏറ്റവും ചെറിയ യൂണിറ്റായ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് ഓരോ വിധിവാക്യങ്ങളും ഉണ്ടാവേണ്ടത്. അല്ലാതെ കുറ്റക്കാരായ ചില സാമൂഹ്യ വിപത്തുകളെ വെറുതെ വിടാനും ചില പുഴുക്കുത്തരായ ക്രിമിനൽസിനെ പരിലാളിക്കാനും അമ്മ ചമയാനും അപ്പൻ ചമയാനും ആവരുത് വിധി. നാട്ടിലെ പൗരന്മാർ അച്ചടക്കത്തോടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സ്വൈര്യ ജീവിതം സാധ്യമാകുന്നത്. അച്ചടക്കത്തോടെ ജീവിക്കാൻ പൗരന്മാർ നിർബന്ധിതരാകുന്നത് നിഷ്പക്ഷവും നിർബന്ധവുമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ നിയമം നിർമ്മിക്കപ്പെടേണ്ടതും നിർവഹിക്കപ്പെടേണ്ടതും നിർവചിക്കപ്പെടേണ്ടതും. കോടതികൾ നിയമം നിർവചിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും തെറ്റായ രീതിയിലാകുമ്പോൾ ധാരാളം പഴുതുകൾ സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ സ്രാവുകൾ, വൻവൻ സ്രാവുകൾ മാത്രം സമൂഹത്തെ നോക്കി കൊഞ്ഞനം കുത്തി നീന്തി തുടിച്ച് അടുത്ത കൊട്ടേഷൻ ടീമുകളെ തേടി പോവുകയും പിന്നെ പണം കൊടുത്ത് നിയമവ്യവസ്ഥയെ മുഴുവനായി പർച്ചേസ് ചെയ്ത് അരാജകത്വത്തിന്റെ പരകോടിയിൽ ഈ നാടിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. മാതൃകാപരമായ ശിക്ഷയെന്ന് വെച്ചാൽ മാതൃസ്നേഹം കവിഞ്ഞൊഴുകുന്ന ശിക്ഷയെന്നല്ല. അതുകൊണ്ടാണ് പറയുന്നത്, each and every statements of the judgment should be for the peace and discipline of society, should be for the peaceful existence of society.